വെക്കാൻ പോവാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. പപ്പടം എടുക്കുക, എൻ്റെ കവറിൽ പപ്പടം എടുത്തിട്ട് നമ്മൾ അതും കുനുകുന കട്ട് ചെയ്യുക. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യുക. കുറച്ച് പപ്പടം എടുത്തിട്ട് നമ്മൾ കുനുകുന കട്ട് ചെയ്ത് ഞാനിപ്പോൾ വരാം. നമുക്ക് പപ്പടം തോരൻ വെക്കാം. ഓക്കെ. ഈ ഡാൽ കറിയെ വിദേശത്ത് നിൽക്കുന്ന ആണുങ്ങളില്ലേ, അപ്പോൾ വൈഫും ഒക്കെ നാട്ടിലല്ലേ, അവർക്ക് നല്ലതാണ്. ഇത് എളുപ്പത്തിന് ചെയ്യാം, പെട്ടെന്ന് കഴിക്കാമല്ലോ. വൈഫൊക്കെ നാട്ടിലല്ലേ, അപ്പം ഒരു തനിച്ചല്ലേ കുക്ക് ചെയ്യുന്നത്. വിദേശികൾക്ക് നല്ലതാണ്. ഓക്കെ, ഗുഡ്. ഹലോ ഗേസ്, ഇത് കണ്ടോ? നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? എൻ്റെ കൈ മുറിഞ്ഞെന്നേ, അതിനകത്ത് കയറിയിട്ട് എൻ്റെ ചോര വരുന്നു. അയ്യോ, അത് പിളർന്നു പോയി. എന്നാ വേദന. പപ്പടം കണ്ടോ? പപ്പടം എടുത്തിട്ട് ഞാൻ അതിലിങ്ങനെ ഒടിച്ചാൽ മതി കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിന് ഒടിച്ചോ, എത്ര വേണമെങ്കിലും. വലുതായിട്ട് ഞാൻ എൻ്റെ ഈ വലുപ്പത്തിന് ഒടിക്കുവാണ്. ഒടിച്ച് വരാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളത് ഇതേ പരുവത്തിൽ ലൈറ്റ് അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതേ പരുവത്തിൽ മുറിച്ച് വെച്ചു കേട്ടോ. എൻ്റെ കൈ ചോര എടുക്കുന്നുണ്ടോ? കാണാമോ? അയ്യോ, എനിക്ക് വേദന എടുക്കണപ്പോൾ. അങ്ങനെ സ്റ്റൗ ആണോ എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. പപ്പടം വറുക്കാനാണ്. ആദ്യം നമ്മൾ പപ്പടം വറുത്ത് കോരിയെടുക്കാം. അത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും. ഓക്കെ, എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. വേണ്ട, കാണാമല്ലോ. ഇത് പിന്നെ ഒരു 4-5 സവാളയാണ് കേട്ടോ. 4-5 സവാള, ഈ വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് കുനുകുന ഇതെല്ലാം അരിഞ്ഞ് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കാര്യത്തിൽ കൊണ്ട് ഇപ്പോൾ എല്ലാവരും എന്നെ കുനുകുനാന്ന് വിളിക്കാൻ തുടങ്ങും. കുനുകുന ഇതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചേക്കുവാണ്. അതരിയാൻ ഇനി അതൊന്നും കാണിക്കുമ്പോൾ ലോങ് വീഡിയോ ആവുന്നു, അതുകൊണ്ടാണ് അരിഞ്ഞ് ഇത് മാറ്റി വെച്ചേക്കുക. ഓക്കെ, ഇനി നമുക്ക് എണ്ണ ചൂടായോ എന്നുള്ളത് നോക്കാം. ഓക്കെ. അയ്യോ, ഒരു പപ്പടത്തിന് തുമ്പം കൂടി ഇട്ട് കൊടുക്കുക. കൈ പോയി. കൈ പോയി പയ്യേ എല്ലാം. നമ്മൾ പപ്പടം അങ്ങോട്ട് എണ്ണ ചൂടായി കേട്ടോ. അപ്പം നമ്മൾ പപ്പടം അങ്ങോട്ട് ഇതിനകത്തോട്ട് കോരിയിട്ട് കൊടുത്ത് നമുക്കത് ഫ്രൈ ആക്കി എടുക്കാം. ഈ കുറച്ചുള്ളൂ. അപ്പം നമ്മൾ പപ്പടം ഫ്രൈ ആക്കിയിട്ട് വരാം. പപ്പടം ഇതേപോലെ നമുക്ക് വറുത്ത് കോരിയിട്ട് കാണാം. അങ്ങനെ 1 by 1 ആയിട്ട് നമ്മൾ അതിൻ്റെ പപ്പടം വറുത്ത് കോരി വെച്ച്, നല്ല അപ്പടി ചൂടാണ്, കോരി വെച്ച് കേട്ടോ. കോരി മാറ്റി. ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ വേറെ ചട്ടി വെച്ചിട്ട് ആ എണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് നമുക്ക്. ഹലോ ഗേസ്, നമ്മൾ ചട്ടി അടുപ്പിലോട്ട് വെച്ചു കേട്ടോ. വെച്ച് ചട്ടി ചൂടായി നമ്മൾ ഈ പപ്പടത്തിൻ്റെ ബാക്കി എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണ തന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഉള്ളി വഴറ്റാൻ വേണ്ടി മാത്രമുള്ള എണ്ണ മതി. അത് ഇച്ചിരി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ചട്ടി നന്നായി ചൂടായിരിക്കുമായിരുന്നേ. ഫ്ലെയിം കൂട്ടി വെച്ചേക്കുവാണ്. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് നല്ല ചൂടായിരുന്നതാണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടെ കടുക് പൊട്ടട്ടെ. ഇത് കണ്ടോ, ഞാൻ തേങ്ങ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് ഒതുക്കി വെച്ചേക്കും കേട്ടോ. ഒരു പച്ചമുളക്, ഇച്ചിരി ജീരകവും കൂടെ ഒതുക്കി വെച്ചേക്കും. അതിന് കാണിക്കാനൊന്നും വീഡിയോക്ക് ഭയങ്കര ലെങ്ത്താണ്. അപ്പോൾ കടുക് പൊട്ടി നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ ഈ കുനുകുന അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇതിലോട്ട് തട്ടി കൊടുക്കാം. അത് നമ്മൾ നന്നായി വഴറ്റാം. ഓക്കെ, ഇടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുത്ത് കരിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് കരിവേപ്പില ഇതിനകത്ത് വെച്ച് കൊടുക്കാത്തത്. അതൊക്കെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ ഉള്ളി ഇങ്ങനെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ മതി. പപ്പടത്തിന് നന്ന ഉപ്പുണ്ട്. ഈ തേങ്ങയ്ക്ക് സവാളയ്ക്കും വേണ്ടി മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ല ഉപ്പ് ഇതിനുണ്ടല്ലോ, പപ്പടമാണല്ലോ, അറിയാമല്ലോ പപ്പടത്തിന് നല്ല ഉപ്പാണല്ലോ. അപ്പോൾ നമുക്ക് തേങ്ങ ഇതിനകത്തോട്ട് ഒതുക്കി വെച്ചേക്കും, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കും. ഫ്ലെയിം കുറച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. കണ്ടോ, ഈ പരുവത്തിലായി. ഇതൊരു സ്പെഷ്യലാണ്, പപ്പടം തോരൻ. ഓക്കെ, ഇനി നമുക്ക് ഈ പപ്പടം ഇതിലോട്ട് തട്ടിക്കൊടുക്കാം. ഹലോ ഗേസ്, അങ്ങനെ പപ്പട തോരൻ ഇവിടെ റെഡിയായി. ഞാൻ കുറച്ച് പപ്പടം ഇതിനകത്തോട്ട് ഇട്ടിട്ടുള്ളൂ. എന്നാന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി മാത്രം. അത് ബാക്കിയുള്ളത്
നമ്മൾ കഴിക്കുമ്പോൾ ഇട്ട് കൊടുത്തു അതിലങ്ങ് തണുത്ത് പോയിട്ടേ അത് ഇതായിപ്പോൾ. അതുകൊണ്ട് മാത്രം ഞാൻ ബാക്കി മാറ്റി വെച്ചു. ഇപ്പോൾ കുറച്ച് വീഡിയോയ്ക്ക് വേണ്ടി കാണാമല്ലോ. ഓക്കെ, അങ്ങനെ സ്റ്റൗ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുന്നു. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ. മീൻ വറുത്തത് അത് ഞാൻ വറുത്തത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. അവിയലുണ്ട്, വേണ്ട പപ്പടത്തോരൻ. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്നത് കേട്ടോ. ഹൈലൈറ്റാണ് ഇത്. ഇനി നമുക്കിനി കറി വെച്ചു കണ്ടോ. നമ്മുടെ ദാൽ കറിയാണ്. അത് നമുക്ക് എന്തോത്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിച്ചോളും. ഓക്കെ, പിന്നെ കറി കുറച്ച് വെച്ച് കൊടുത്ത് നമുക്കിനി കഴിക്കാൻ പോയാലോ. അങ്ങനെ നമ്മുടെ പപ്പടത്തോരൻ, ഞാൻ പറഞ്ഞില്ലേ പപ്പടത്തോരനാണ് നമ്മുടെ ഹൈലൈറ്റ്. ഉണ്ടോ, പപ്പടത്തോരനും കണ്ടോ, ദാൽ കറി, അവിയൽ, മീൻ വറുത്ത. മീൻ വറുത്ത ഇതിനകത്ത് വേണമെന്നില്ല കേട്ടോ. പപ്പടത്തോരനുണ്ടെങ്കിൽ ഒന്നും വേണ്ട. പക്ഷെ ഞാൻ മീൻ വറുത്തയും കൂടെ വെച്ചതേ ഉള്ളൂ. വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ എടുക്കുക. ഓക്കെ, ഓടി വരൂ. സാലി റബേക്കയുടെ പപ്പടത്തോരനും പരിപ്പ് കറിയും അവിയലും മീൻ വറുത്തയും കൂട്ടി കഴിക്കാം. ഓടി വരൂ. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിച്ചു ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യൂ. ആരും ഒരു കൂട്ടരെ കമൻ്റ് ആക്കിയിട്ടുണ്ട് ആരോ ഒരാൾ. അതായത് വീഡിയോയ്ക്കകത്ത് ഞാൻ പറയണത് എന്താണെന്ന് കാണുന്നില്ലെന്നോ അതോ സാധനങ്ങൾ കാണുന്നില്ലെന്നും പറഞ്ഞു. അതെല്ലാം മാനിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്തത്. ഇപ്പം എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ ബൈ.